عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വെള്ളിയാഴ്ചകളിൽ പതിവായി സൂറത്തുൽ കഹ്ഫ് വിശദീകരിക്കലാണ് അടുത്തായി നമ്മുടെ രീതി. ഇന്ന് ഈ ദുൽഹിജ്ജ് മാസം എന്ന് പറഞ്ഞാൽ വലിയൊരു അറവിൽ നിന്ന് രക്ഷപ്പെട്ട മാസമാണ്. ഒരു മനുഷ്യനെ കൊല്ലുക, അറുക്കുക, അതെന്നെ പിതാവിന്റെ കരത്താൽ എന്ന ഏറ്റവും വലിയ ലോകത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു സമൂഹത്തെ രക്ഷപ്പെടുത്തിയ ഒരു മാസമാണ്. എന്നാൽ മറ്റൊരു അറവ് നടന്ന മാസമാണ്, മറ്റൊരു കാലം കറഞ്ഞ കൊല നടന്ന മാസമാണ്. അതുകൊണ്ട് ഇന്ന് സുബീന്റെ ശേഷമുള്ള ഇരുത്തവും ജുമുഅന്റെ ശേഷമുള്ള ഖുത്ബയും ഒക്കെ, ജുമുഅക്കുള്ള ഖുത്ബയും ഒക്കെ ആ ഒരു നിഷ്ഠൂരമായ കൊലയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്താനുള്ള സുപ്രധാനമായ ചില ചിന്തകളുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ, ലോക ചരിത്രത്തിൽ ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിഷ്ഠൂരമായി അബൂ ലുഅ്ലുഅത്ത് എന്ന മജൂസിയുടെ കയ്യാൽ വധിക്കപ്പെട്ടത് ദുൽഹിജ്ജ് മാസത്തിലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അവരുടെ ഗുണപാഠ നിർഭരമായ ചരിത്രത്തിൽ നിന്ന് ചേർത്തി വെക്കാവുന്ന ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് ശകലങ്ങളുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പാതിരാവിന്റെ ഇരുട്ടിൽ വീഞ്ഞ് തേടി ഊര് തെരഞ്ഞിരുന്ന ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കള്ളുടിക്കാതെ ഉറങ്ങിയില്ല. ഒരു ദിവസം കള്ള് കിട്ടായിരുന്നപ്പോൾ ഉറക്കൊഴിച്ചിട്ട് പാതിരാവിലെ വീഞ്ഞ് തെരഞ്ഞ് നടന്നു. മാത്രമല്ല, മക്കയിലെ റൗഡി സംഘത്തിന്റെ പോക്കരി വിഭാഗത്തിലെ ഹെഡായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ആളുകൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിൽ ഒളിച്ചിരുന്ന് കാഫിലയെ കത്തി കാണിച്ച് പേടിപ്പിച്ചിരുന്ന ആളായിരുന്നു. ഒരു വേള പാതിരാവിൽ ഗ്രാമങ്ങളെ കൊള്ളയടിച്ചിരുന്ന വിഭാഗത്തിന്റെ തലവനായിരുന്നു. അപൂർവം ചില റിപ്പോർട്ടുകളിൽ ജീവനോടെ തന്റെ 2 പെൺകുട്ടികളെ കുഴിച്ചു മൂടുകയും ചെയ്ത ആളായിരുന്നു എന്നും കാണാം. അവരുടെ ആദ്യകാല ചിത്രവും ചരിത്രവുമാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ആള് പിന്നെ ആരായി മാറി? ഈ ആള് ഇസ്ലാമിന്റെ, ഖിലാഫത്തിന്റെ, ഇത്തിബാഴിന്റെ, മഹബ്ബത്തിന്റെ, മാരിഫത്തിന്റെ, ഈമാനിന്റെ, യഖീനിന്റെ, അഭിമാനത്തിന്റെ, ഇസ്സത്തിന്റെ പ്രതീകമായി മാറി അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതി എന്നതല്ലാത്ത ഒരു വഴിയും ഉമറിന്റെ മുമ്പിൽ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരുടെ ഖിലാഫത്ത് ഉയർന്നു. നീതിയായിരുന്നു, അടിമുട്ടി നീതി. അവര് ഭരണം നടത്തുന്ന സമയത്ത് ഒരു വലിയ രാജാവ് തവാഫ് ചെയ്യാൻ വേണ്ടി വന്നു. ഉമറിന്റെ ഭരണകാലത്ത് ഞാൻ കഅബയൊന്ന് തവാഫ് ചെയ്യട്ടെ, പരിവാരങ്ങളുമായി എല്ലാവിധ സംവിധാനങ്ങളുമായി ഈ രാജാവ് വന്നു. അകാര സൗഷ്ഠവമുള്ള, കാണാൻ ഭംഗിയുള്ള, വെളുവെളുപ്പുള്ള, തടിമാടനായ രാജാവ്. അയാൾ ത്വാഫിന്റെ ഇടയില് ഒരു നീഗ്രോ അടിമ, കറുകറുത്ത അടിമ. ഈ ത്വാഫ് ചെയ്യുമ്പോ ആണ്ടുകൊണ്ടും ശരീരം തമ്മിൽ ഏറ്റുമുട്ടുമല്ലോ. ഇതൊന്നും ഇയാൾക്ക് പരിചയമില്ലേ. ഇയാൾ അത്ര വലിയൊരു മണിമന്ദിരത്തില് സുഗോലോകതയുടെ പരദീസയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ഇയാളിങ്ങനെ ത്വാഫ് ചെയ്യുന്നതിനിടയിൽ ഒരു നീഗ്രോന്റെ കറുത്ത കയ്യ് ഇയാളെ ശരീരത്തിൽ തട്ടി ഒരൊറ്റ അടിയാണ്ട് കൊടുത്തു ത്വാഫിന്റെ അടിയിൽ. കാരണം ഇയാളെ ഈ വലുപ്പമായിട്ട് കറുപ്പ് ഇതൊക്കെ കൂടി കണ്ടപ്പോ ഇയാൾക്കാണ് ദേഷ്യം കയറിയിട്ട് എന്നെ തൊടാ ഈ ആരടാന്ന് വെച്ചിട്ട് മോന്തൊക്കെ ഒന്നാണ്ട് കൊടുത്തു. ഈ പാവം മനുഷ്യൻ തിരിഞ്ഞിട്ട് അവിടാണ്ട് വീണു.
ഇനി പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിനും ഏത് വലിയ രാജാവാണെങ്കിലും നീതി മാത്രമുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ കറുകറുത്ത ചുരുട്ട് അടിമ നേരെ ഉമറിന്റെ മുമ്പ് പോയിട്ട് പരാതി പറഞ്ഞു. അത് കോടതിയാണല്ലോ. എന്നെ ഇന്നലെ വന്നിരുന്ന രാജാവ് ത്വാഫിനടിയിൽ എന്റെ കയ്യൊന്ന് തട്ടിന്റെ പേരിൽ കവിളത്ത് അടിച്ചിട്ട് എന്റെ ചിരി പൊട്ടിക്കണം, ഞാൻ മറിഞ്ഞു വീണ്. ഉമറിന്റെ കണ്ണ് ചുവക്കാണ്. എന്താ അവിടെ വേണ്ടത്? നമ്മളെ നാട്ടുകാരനല്ലേ, അയാള് പുറത്തുനിന്നവന് അതിഥിയല്ല, അയാള് രാജാവല്ലേ, ഈ അടിമല്ലേ, ചവിട്ടി തേക്കാണ് വേണ്ടത്. പക്ഷെ ഇയാളെ കണ്ണം കണ്ട് ചോന്നു. നീ അടിമ എന്നുള്ള കണ്ണ് ഇൻസൾട്ട് ആക്കിയിട്ട് അടിക്കേ അയാളോ? നീ എന്താ ചെയ്ത്? എന്റെ കൈ അറിയാതെ തട്ടിയാണ് ആള് വിളിക്കുന്നത്. എന്താണ് ആ ധീരത? രാജാവിനെ കോടതിക്ക് വിളിക്കാൻ എന്നിട്ട് വിളിക്കുന്നത്. രാജാവിനെ പോയിട്ട് പോലീസുകാർ തന്നെ അമീറുങ്ങളെ വിളിക്കണ്ടാറ്. എന്നെ ആളെ പയച്ചോ, ആളെ പയച്ചോ, എന്നെ അങ്ങോട്ട് വിളിക്കേ. അല്ലല്ല, നിങ്ങളെ തന്നെയാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കാനും സൽക്കാരത്തിനും വേണ്ടിയായിരിക്കും. എന്നാ വരിയെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടിയിട്ട് പോവാ. ഖത്താബ് ഒരു നാടിന്റെ രാജാവല്ലേ, ആ ബഹുമാനൊക്കെ കൊടുത്തി ഇരുത്തി. എന്നിട്ട് ആ ചുരുട്ട് കറുത്ത അടിമനെ വിളിച്ചു. ഈ വെളുവെളുത്ത സുന്ദരനായ ഹൈറ്റും വെയിറ്റുള്ള രാജാവിനോട് വെച്ചു, ഈ ആളറിയോന്ന് വെച്ചു. അവ ഇങ്ങനെ നെറ്റൊക്കെ ചുളിച്ചിട്ട് പറഞ്ഞു, അറിയും. എങ്ങനെ അറിയാന്ന് വെച്ചു. തോപ്പിന്റെ അടിയിൽ എന്റെ മേത്ത് വന്നു വേണിയെന്ന്. എന്നിട്ട് ഞാൻ ഒന്നാണ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരാന്ന് അവൻ അറിയില്ലേ. ഇയാൾ ആ സ്വഭാവത്തിൽ ചൂടാൻ തുടങ്ങി. ഞാൻ ആരാന്ന് അവൻ അറിയില്ലേ. അവൻ മുഖത്താവ് മിണ്ടിയില്ല. മുഖത്താവ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളെ നാടായതുകൊണ്ട് ഒന്നും ഒതുക്കി. ഇയാൾ പറയും, നിങ്ങളെ നാടായതുകൊണ്ട് ഒരടിമ ഒതുക്കി. എന്റെ നാട്ടിലാണെങ്കിൽ ആള് ജീവൻ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ആരാന്ന് തെളിയിച്ചു കൊടുക്കുന്നറിഞ്ഞു. മുഖത്താ പറഞ്ഞു, നിർത്തുക. പിന്നെ ഇങ്ങോട്ട് മാറിക്കുന്നു, അടിക്കണ അടിക്കുക. ഇയാളാകാണ്ട് സ്തംഭിച്ചു. ഉമ്മറെ എന്നെ ഇവിടെ രാജാവും അടിമൊന്നുമില്ല, അത് മത്താഫാണ്. ഇത് മത്താഫാണ്. രാജാവ് അടിമ എന്നുള്ള പരിപാടി ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാരും ഒന്നാണ്. മറ്റേ കുപ്പായൊക്കെ പുറത്ത്. ഇവിടെ അറബി, അനറബി, കറുത്തോന്, വെളുത്തോന്, രാജാവ്, പ്രജ, മുതലാളി, തൊഴിലാളി, പണക്കാരൻ, പണിക്കാരൻ, വർഗം, വർണ്ണം, ദേശ, ഭാഷ, ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നീതി. നീ എന്റെ നാട്ടിൽ ഒരു അടിമയെ അടിച്ചെങ്കിൽ ആ അടിമ നിന്നെ തിരിച്ചടിച്ചിരിക്കും. ഇത് ഉമറാണെങ്കിൽ മിണ്ടാൻ പാടില്ല. ഇയാളിങ്ങനെ വറക്കാൻ തുടങ്ങി. ഇയാളെ സൗണ്ട് താന്നു. ഇയാള് ബാക്കൊക്കെ നോക്കി എല്ലാരോടും പോകാൻ പറഞ്ഞു. കാരണം വിചാരിച്ച മാതിരിയല്ല അങ്ങനെയുള്ളത്. എന്നിട്ടൊന്ന് സൗണ്ട് താത്തിയിട്ട് വെച്ചു, എനിക്ക് കുറച്ച് സമയം ചിന്തിക്കാനുള്ളൊരു അവസരം തരുമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഖത്താബ് അടി കിട്ടാൻ പോവല്ലേ, അപ്പൊ ചിന്തക്കുള്ളൊരു ചെറിയ സമയം കൊടുത്തു. എന്നാ ചിന്തിച്ചു വന്ന. ഇയാൾ ആ പോണ പോക്കില് അയാളെ ടെന്റിൽ പോയി, കൈമയിൽ പോയി ഇരുന്നു. രാത്രി കാരണം രാവിലെ അടി പൊട്ടാണ്, രാത്രി ഉറക്കം കിട്ടില്ല. അങ്ങോട്ടും കൊണ്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. സുബൈന്റെ എണീറ്റിട്ട് പരിവാരങ്ങളിൽ നിന്ന് ഒരാളെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, വേഗം നാട് വിട്ടോ, അടി ലാസിമാണ്. മറ്റുള്ളവരൊന്നും വിളിക്കണ്ട, കാരണം എല്ലാരും കൂടി പോകുമ്പോ അറിയും, പോലീസുകാര് പിടിക്കും. അതുകൊണ്ട് അടി പൊട്ടാതിരിക്കണമെങ്കിൽ നേരം വിളിക്കണതിന് മുമ്പ് നാട് പിടിക്കുക എന്നല്ലിട്ട് തിരിച്ചു പോയി എന്നാണ് ചരിത്രം. ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. കണിശമായി. ഇതൊക്കെ ഇന്നത്തെ ഭരണാധികാരികൾ ആരായാലും ചിന്തിക്കുന്നതും ഓർക്കണമൊക്കെ നല്ലതാണ്. വെറുതല്ല ഗാന്ധിജി പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഗാന്ധിജി പറഞ്ഞത്, ഇനി ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. കാരണം ഇതാണ് ഭരണം, ഇതാണ് ഭരണം. ഫലസ്തീന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഫാത്തിഹ് മിസ്റാണ്. ഫലസ്തീനെ മോചിപ്പിച്ചത് അവരാണ്. അപ്പൊ ഇനി ഫലസ്തീനിലെ കവാടുണ്ട്, കൊട്ടാരം. എല്ലാ അന്നത്തെ ഈ നാടുകൾക്ക് അതിരി എന്ന് പറഞ്ഞാൽ കോട്ടകളായിരിക്കും. നമ്മളെ നാട്ടിലും പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു. അതോ അപ്പൊ കോട്ടക്കൽ എന്ന് പറയാൻ കാരണം എന്താ, അവിടെ കോട്ടകളായിരുന്നു. രാജാക്കന്മാരെ കോട്ടകളായിരുന്നു. നാടിന്റെ അതിർത്തി കോട്ടകളായിരിക്കും. ഈ കോട്ടകൾ തുറന്നിട്ടാണ് ഉള്ളിലേക്ക് കടക്കുക. അപ്പൊ ക്രിസ്ത്യാനികൾ, രാജാവ് പറഞ്ഞു, ക്രിസ്ത്യൻ മേധാവികൾ, പാതിരിമാര് പറഞ്ഞു,
ഉമറുണ്ടല്ലോ, ഇവരെല്ലാരും കേട്ടിട്ടുണ്ട്. ഉമർ നിങ്ങളെ രാജാവ് നേരിട്ട് വന്നാൽ ചാവി കണ്ട് കൈ കൊടുക്കും, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ചാവി തരൂല. അപ്പൊ അവിടെ അടിപിടിക്കുന്നില്ല. അംറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി ഖത്താബിനെ അറിയിച്ചു. ഖത്താബ് ഫലസ്തീനെ മോചിപ്പിക്കാൻ ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് ചാവി വാങ്ങാൻ വേണ്ടി പോവാണ്. എങ്ങനെ പോണെന്നറിയോ? ഒരു അടിമയെ മാത്രം വിളിച്ചു, ഒരാളെ, ഒറ്റ ഒട്ടകം 2 ആള്. ഒട്ടകത്തിന്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് സർവന്റിനോട് പറഞ്ഞു, പിന്നെ ഒരൊട്ടകം 2 ആളാണ്, ഒട്ടകത്തിന് ഭാരം കൂട്ടാൻ പാടില്ല, അതുകൊണ്ട് ഒരാൾ കയറിയാൽ മതി, ദീർഘയാത്രയാണ്. നീ കുറച്ച് യാത്ര ചെയ്യാ, ഞാൻ നടക്കുക, നീ യാത്ര ചെയ്യാ, ഞാൻ കയറുക, നീ നടക്കുക. ഓരോ ഊഴ അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ കയറുക, മറ്റോനെ മൂക്കാറ് പിടിച്ചിട്ട് നടക്കുക. ഇതാണ് സംഗതി, ഇതാണ് ഈ യാത്രയിലെ രീതി എന്ന് പറഞ്ഞ്. അടിമയാണ്, ഖത്താബിന്റെ അടിമയാണ്. കണ്ണെറിഞ്ഞുപോയി. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ചുട്ടുപൊള്ളുന്ന മണലില് നടന്നിട്ട് ഞാൻ ഒട്ടകത്തിന്റെ മുകളിൽ കയറിയ, അങ്ങനെ സംഭവം ലോകത്തുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, ഫുള്ളായിട്ട് നിങ്ങൾ ഇരുന്നോളി, ഞാൻ ഒട്ടകത്തിന്റെ കാരം പിടിച്ചിട്ട് ഞാൻ നടന്നോളാം, എനിക്ക് വിഷയമല്ല. 2 രീതിയാണ്. ഒന്ന്, നിങ്ങൾ രാജാവാണ്, മറ്റൊരു രാഷ്ട്രത്തിലേക്ക് പോവാണ്, അവർ കണ്ടാ മോശാണ്. ഖത്താബിനെ പറഞ്ഞതിന്റെ അപ്പുറത്ത് കൊണ്ട് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. ന്യായ നീതിയും പറഞ്ഞിട്ട് പിന്നെ അതിന്റെ അപ്പുറത്തുണ്ടല്ലോ മാഞ്ഞാളം കളിക്കണ കുറെ കുളൂസ് പറയാന്ന് പറഞ്ഞാൽ അത് കേട്ട ദേഷ്യമാണ്. ഖത്താബ് നോക്കി പറഞ്ഞു കേട്ടാ മതി. പറഞ്ഞു മനസ്സിലായില്ല? അതുകൊണ്ട് കേട്ടാ മതി. കാരണം ഈ ചെയ്യാൻ പറഞ്ഞാണ്. നമ്മള് പറഞ്ഞാലില്ല, നമ്മള് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയും. നമ്മളൊക്കെ അങ്ങനെ പറയലുണ്ട്, ചെയ്യാതിരിക്കാൻ. പ്രത്യേകിച്ച് ഈ മൗലൂദിനൊക്കെ പോയാൽ ഞങ്ങളൊക്കെ ഒരുപാടുണ്ട്, വേണ്ട പൈസ വേണ്ട. സത്യത്തില് എന്താണ് പറഞ്ഞത്? ഞാനൊക്കെ പറയല എങ്ങനെയാണ്, പൈസ വേണ്ട, കാരണം ഇവിടെ വെച്ചോളി നിങ്ങട്ട്. ഈ പറഞ്ഞ വാക്കിനെങ്ങാനും പുരക്കാരൻ മാനും എടുത്താൽ ഒരൊറ്റ മൂലർക്കും പൈസ കിട്ടൂലല്ലോ. അപ്പൊ ആ വർത്താനല്ലത്. ഇത് ഉള്ള കാര്യം കാര്യമായിട്ട് പറയണം, ശരിയായിട്ടാണ് പറയണം. ഞാന് കുറച്ച് കേറും, ഈ നടക്കും, ഞാൻ നടക്കും, ഈ കേറും. അത് ഉള്ളെന്നുള്ള തീരുമാനമാണ് അവർ. അടിമ കുടുങ്ങിയിട്ട് അംഗീകരിച്ചു. ചരിത്രം പറഞ്ഞെന്തറിയോ? ഫലസ്തീൻ എത്തിയപ്പോ ഊഴം അടിമ മേലെ കയറലും ഖത്താബ് താഴെ നടക്കല്ലോ സ്ഥലത്തിയപ്പോ. അതാണ് വിഷയം. അപ്പൊ ഇയാളെ കയ്യും കാലും മറിച്ച്, അമീറെ എന്തേ? അല്ല, ഫലസ്തീന്റെ കോട്ടയാണല്ലേ കാണുന്നത്, നിങ്ങളെ കാണാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി പൂമാലയിട്ട് ക്രിസ്ത്യൻ രാജാക്കന്മാരെല്ലാരും പാതിരിമാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഈ സമയത്ത് നിങ്ങൾ നടക്കുക, ഞാൻ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? എന്ത് മോശം? അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകിയത് താഴെ നടക്കുക മേലെ കയറുന്നുള്ളതല്ല, ഇസ്ലാം കൊണ്ടാണ്. ഞാൻ മുസ്ലിമാണ്, നീയും മുസ്ലിമാണ്, അനങ്ങാൻ പാടില്ല, ഇരിക്കുക അവിടെ നിന്ന്. ഫലസ്തീനിലേക്ക് പോകുമ്പോ ലോകത്തെ കീഴടക്കി ഭരിച്ച അമീറുൽ മുഅ്മിനീൻ നിലത്തിലൂടെ നടക്കുന്നു, മൂക്കേറ് പിടിച്ചിട്ട് ഒട്ടകത്തിന്റെ മുകളിൽ കറുകറുത്ത കാപ്പിരിയായ അടിമയിരിക്കുന്നു. ഇതാണ് ഇസ്ലാം. ഈ വരവ് ദൂരേന്നിങ്ങനെ കാണില്ലേ? ഫലസ്തീന്റെ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി, രാജാക്കന്മാരും പാതിരിമാരൊക്കെ തുറച്ചു നോക്കി. ഒട്ടകത്തിന്റെ മുകൾക്ക് മാത്രമാണ് ആളുകൾ നോക്കുന്നത്. കാരണം എന്താണ്? ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ് അമീർ, ഒരു സംശയമില്ല. താഴെയുള്ള ആൾ അമീറാവൂല, പരിചാരകനാണ്, ഉറപ്പാണത്. എല്ലാരും കൂടി നോക്കുകയാണ്. അപ്പൊ വലിപ്പൊന്നും വരെ കണ്ണു പിടിക്കണില്ല, കറുത്തൊരു ചുരുട്ട്. അപ്പൊ അമറുല്ലാസ് പറഞ്ഞു, എവിടുക്കങ്ങൾ നോക്കണേച്ച്? അല്ല, ഞങ്ങൾ ഒട്ടകത്തിന് മുകളിൽ ഇരിക്കണ ഉമറിന് നോക്കുകയാണ് പറഞ്ഞു. അതല്ല ഉമർ, ആ താഴെ മൂക്കാറ് പിടിച്ചിട്ട് നടക്കണ ആളാണെന്ന് പറഞ്ഞു. താഴെ മൂക്കാറ് പിടിച്ച് നടക്കണ ആളോ? ആ മുകളിൽ ഇരിക്കണേ അത് അടിമയാണെന്ന് പറഞ്ഞു. ഇത് അന്ന് വരെ അവർക്ക് പരിചയമില്ലാത്തൊരു നടത്താൻ. ഒട്ടകത്തിന്റെ മുകളിൽ അടിമ, ഒട്ടകത്തിന്റെ മൂക്കാറ് പിടിച്ചിട്ട് മണലിൽ കൂടെ നടക്കുന്നത് ഉടമേ, രാജാവോ? ഇതെന്താ ഈ പറഞ്ഞു? ഞങ്ങൾ ഇസ്ലാം അങ്ങനെയാണ്. അത് അവര് തമ്മിൽ ഊഴം വെച്ചാണ്. അത് പിന്നെ ഫലസ്തീൻ എത്തിയണോ ഇല്ലയെന്നൊന്നും അവര് നോക്കൂല, ആ ഊഴം കാത്തു സൂക്ഷിക്കും. ഇതാണ് നീതി, അതാണ് ഞങ്ങളെ. ഇതാണോ കിസ്റ കൈസറിനെ വിറപ്പിച്ച അമീറുൽ മുഅ്മിനീൻ? നാട്ടുകാരൊക്കെ ക്രിസ്ത്യാനികളാണ് സ്വീകരിക്കുന്നത്. ക്രിസ്ത്യൻ ചർച്ചിന്റെ അധികാരമുള്ള മേധാവിയുടെ കയ്യും പിടിച്ചിട്ട് അവിടെ എത്തിയപ്പോ ഇങ്ങനെ നടക്കുക. അതൊക്കെ പഠിക്കേണ്ടതാണ്. ഇങ്ങനെ നടക്കുകയാണ്. ഒരു വലിയ ചർച്ചിന്റെ മുമ്പിലെത്തി, ക്രിസ്ത്യൻ ആശ്രമത്തിന്റെ ആരാധനാലയത്തിന്റെ മുമ്പിലെത്തി, ചർച്ചിന്റെ. അപ്പോ ബാങ്കിന്റെ സമയമായി.
അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ സമയത്തുണ്ട്. അപ്പോ ഈ ചർച്ചിന്റെ അധിപൻ പറഞ്ഞു, ക്രിസ്ത്യാനി പറഞ്ഞു, അതിനെന്താ അമീറെ, ഇത് അങ്ങോട്ട് കയറിക്കോളി, ഇവിടെ നിങ്ങൾക്ക് എവിടുക്കാ സൗകര്യത്തിൽ തിരിഞ്ഞ് നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. അത്യാവശ്യത്തിന് ഇപ്പൊ അവിടുന്ന് നിസ്കരിച്ചുകൊണ്ട് വിരോധമൊന്നുമില്ല. അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തിൽ. നമ്മളെ കേരളത്തിൽ തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. യാത്രക്കാരിൽ കുടുങ്ങാൻ കയറി നിസ്കരിക്കല്ല എന്താണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയൊക്കെ പോയാൽ പള്ളി കിട്ടാൻ വലിയ പാടാണ്. പള്ളി കിട്ടാൻ വലിയ പാടാണ്. ഒരു കുന്നംകുളം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചാണ്ട് കഴിഞ്ഞാൽ പിന്നെ പള്ളി തൃശ്ശൂർ ടൗണെത്തണം കിട്ടണമെങ്കിൽ. അതിനിടെ നിസ്കാരം കഥാണെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ആശ്രമം കണ്ട അവരോട് ചോദിക്കും, അവര് വെച്ചേരുന്ന സ്ഥലത്ത് നിസ്കരിക്കും. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നിസ്കരിച്ചുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നിസ്കാരം ശരിയാവും ചെയ്യും. പക്ഷേ ഉമർ പറഞ്ഞൊരു തന്റെ ഉണ്ട്, പക്വത ഉണ്ട്. എന്താ അറിയോ, ഇത് ക്രിസ്ത്യൻ ചർച്ചാണ്. ഞാൻ ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ പിന്നീട് വരുന്ന ആളുകൾ ഉമർ നിസ്കരിച്ച ഞങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്തിട്ട് പിടിച്ചടക്കും. അതുകൊണ്ട് ഭാവിയിൽ അപകടം ഉണ്ടാകാൻ പാടില്ല. ഞാൻ അതുകൊണ്ട് ഇവിടെ നിസ്കരിക്കണില്ല. എന്താണ് ആ പക്വത? എന്താണ് ആ പക്വത? ഫലസ്തീനെ കീഴടക്കിയ വിമോചകനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരിക്കൽ റോമൻ ചക്രവർത്തി വട്ടമേശ സമ്മേളനം കൂട്ടുകയാണ്. കാരണം എല്ലാവരും ഈ പേര് പരിചയമുള്ള ആളുകളാണ്. കാരണം കിസ്റാവിറക്കും കൈസറും പനിക്കുന്നതാണ്. മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാണ്. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഈ മഹാനായ മനുഷ്യനെ കാണാൻ റോമിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. റോമിന്റെ അധിപൻ പറയുകയാണ്, നാളെ പോകണം നമുക്ക്. അതുകൊണ്ട് സന്നാഹങ്ങൾ കൂട്ടേണ്ടതാണ്, പരിവാരങ്ങൾ കൂടെയുണ്ടാവേണ്ടതാണ്, തോഴന്മാര് കൂടെ വരേണ്ടതാണ്. എല്ലാവിധ പ്രൗഢിയോടുകൂടെയും നമ്മുടെ രാജ്യത്തിന്റെ കരിപ്രഭാവം അറിയിക്കാൻ നമുക്ക് നാളെ പുറപ്പെടണോ. യുദ്ധം ചെയ്യാനല്ല, ഈ വരവിൽ തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, വരവിൽ തന്നെ ആള് ഞെട്ടാൻ. പിരിവിന് വേണ്ടി പോകുമ്പോ ഇന്നോവയിൽ പോയാൽ കിട്ടുന്നതും ഓട്ടോറിക്ഷയിൽ പോയാൽ കിട്ടുന്നതും 2 സംഖ്യ ആയിരിക്കും. നിങ്ങൾക്കറിയാതെ, ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് പിരിവിന് പോകുന്ന മിക്കവാറും ഉസ്താമാര് ഇന്നോവയിലാ പോവാ. ചിലപ്പം കയ്യിൽ ഇന്നോവ ഉണ്ടാവില്ല, കടമാങ്ങിയാണ്. കാരണം എന്താ, ഓട്ടോറിക്ഷയിൽ പോയിട്ട് ആചാര്യന്മാരെ ഗേറ്റിങ് ഇറങ്ങിയിട്ടാണ്ട് കയറിയാല് ബോധമില്ലാത്ത ആചാര്യാണെങ്കിൽ ഓട്ടോറിക്ഷത്തിന്റെ വലിപ്പം അനുസരിച്ചുള്ള പൈസ കൊടുക്കും. ഇന്നോവയിൽ വന്നിറങ്ങിയാൽ ഇന്നോവ ഒക്കെ വിളിച്ചിട്ട് പിന്നെ അത് അപ്പൊ കനം കൂടും. അതൊരു സ്വാഭാവിക രീതിയാണ്. അപ്പോ ഈ ആദ്യം പോകും. ഞാൻ ആരെങ്കിലും പറയാൻ, ഞങ്ങളൊക്കെ എല്ലാവരും ഒരു സ്വഭാവം പറയണം. അത് തെറ്റൊന്നല്ല, അത് തെറ്റുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ തെറ്റാന്ന് വിചാരിക്കണ്ട. അത് സ്ഥാപനം നടക്കണേ അങ്ങനത്തെ ഒരു ട്രിക്കൊക്കെ വേണ്ടി വരില്ലേ, അതൊക്കെ വേണ്ടി വരും. അത് തെറ്റാണെന്ന് ഞാൻ പറയല്ല, അതൊക്കെ ജായിസായ ചില തന്ത്രങ്ങളാണ്. അപ്പോ സുബ്ഹാനല്ലാഹ്, ഇവർ ഭയങ്കര തീരുമാനങ്ങളൊക്കെ എടുത്ത് പിറ്റേന്ന് പുറപ്പെടൽ. പടത്തൊപ്പി, കുപ്പായം, പ്രൗഢിയുള്ള കോട്ട്, നല്ല കുതിരകള്, നേത്തരം ഒട്ടകങ്ങള്, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പട വരികയാണ്. ഉമറിനൊന്ന് കാണാൻ, വേറെ ഒന്നിനല്ല. ദിവസങ്ങൾ പിടിച്ച് അവിടെ എത്തി. മദീനന്റെ ബോർഡറിൽ കയറിയപ്പോ മണലുണ്ട്, ചാക്ക് വിരിച്ചിട്ട് ഒരു ആളിങ്ങനെ കിടക്കുന്നു. പുറത്തൊരു ഒട്ടകമുണ്ട്. അപ്പൊ യാത്രക്കിടയില് ക്ഷീണം വന്നപ്പോ ചൂടത്ത് കിടന്നതാണ്. നല്ല ചുട്ടുപഴുത്ത മണല്, ചാക്ക് വിരിച്ചിട്ട് കുപ്പായം ഊരിങ്ങാണ്ട് തലക്ക് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പൊ രാജ വെച്ചു, ഡേ ആ പയ്യനോട് ചോദിക്കേ, അമീറിന്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിക്കും. ഒരു പോലീസുകാരൻ തോണ്ടി, നീക്ക്, രാജാവാണ്. എണീച്ചു. എന്തേന്ന് വെച്ചു, എടേ നിങ്ങളെ നാട്ടില് രാജാവിന്റെ കൊട്ടാരം എവിടെയെന്ന് വെച്ചു. സത്യത്തിൽ ഈ കിടക്കണ ഉമർ ഖത്താബാണ്, ഈ കിടക്കണ ഉമർ ഖത്താബാണ്. അപ്പൊ എണീറ്റിട്ട്, രാജാവോ? ആ, ഏതാ രാജാവ്? ഉമറില്ലേ? ആ. കൊട്ടാരം എവിടെയെന്ന് വെച്ചു. കൊട്ടാരം? ഉമറിന്റെ കൊട്ടാരം? അപ്പൊ ഉമർ ഖത്താബിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ രാജാവ് കൊട്ടാരം ഒന്നും തലേ കയറി കിട്ടിയിട്ടില്ല. കൊട്ടാരം? നിങ്ങൾ ഉമറിനെ തേടി വന്നാ? ആ, ഞാൻ തന്നെയാണ്. രാജാവ് ഇങ്ങനെ നോട്ട, ഇതിനപ്പം എങ്ങനെ വന്നിക്കണ്?
ഈ പരിവാരങ്ങളേറ്റ് സർവ്വത് സന്നാഹങ്ങളേറ്റ് വന്ന് ഈ ആളെ ചാക്ക് കിടക്കണ കുപ്പായരിയിട്ട് തലക്കച്ച് കിടക്കണ ആളെ കാണാനാ. നിന്ന നിപ്പിൽ എല്ലാരും പറിച്ചു. ഉമറിന് എനിക്ക് കൊട്ടാരം കോട്ടയൊന്നുമില്ല, കൂന്ന് കിടക്കാൻ പറ്റുന്ന ഓലോണ്ട് മേഞ്ഞുണ്ടാക്കിയ ഒരു പുരണ്ട്, അയക്ക് വേണമെങ്കിൽ എല്ലാരും പരിയുന്നത്. ഇതിൽ വെച്ചിട്ടാണ് ലോകത്തെ തന്റെ വിരൽ തുമ്പിൽ കറക്കിയത് ഈ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ഞാൻ ഒന്നും കൂടി ഓർമ്മയായി പിരിയുകയാണ്. ഇന്നത്തെ ഓർമ്മകൾ മുഴുവനും അമീറുൽ മുഅ്മിനീന്റെ കൂടെയാണ്. ഇത് സിറാജുൽ ജന്ന എന്ന മുത്തുനബിയുടെ നാവ് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട മഹാനാണ്. പാതിരാവിന്റെ ഉള്ളറയിൽ തന്റെ കീഴിലുള്ള ഭരണീയരിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ ശക്തമായ ശൈത്യമാണെങ്കിലും തീഷ്ണമായ ഉഷ്ണമാണെങ്കിലും പരിക്കൻ കുപ്പായമിട്ടുകൊണ്ട് പാതിരാവിനെ പകലാക്കി ഊരിൽ കറങ്ങുന്ന മഹാനല്ലയോ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരിക്കലും ഇങ്ങനെ കറങ്ങുമ്പോ ഇതൊക്കെ നമുക്ക് വല്ലാത്ത മാതൃക കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ട്, ഭയങ്കര കരച്ചില്, കുട്ടികളെ തേങ്ങി തേങ്ങി കരച്ചില്, പാറ്റി നിൽക്കണ ഒരു തീയും. അപ്പൊ നമ്മൾ ഖത്താബ് ആണ്ടുപോയി നോക്കി. അപ്പൊ കുട്ടികൾ ഇങ്ങനെ കരയാണ്. കഥ മുട്ടി തുറന്നു. ഇതാരാ വന്നതെന്നും പൊരക്കാരത്തിയാണ്, പെണ്ണാണ്. എന്താന്ന് വെച്ചു. എന്തിനാ ഈ കുട്ടികൾ കരയണമെന്ന് വെച്ചു. ഞാൻ കരച്ചിലിട്ട് വന്നാണ്. ഉമർ ഖത്താബിന്റെ ഭരണകാലമായതുകൊണ്ട് രാത്രി വാല് തുറന്നു കൊടുക്കാനൊന്നും ആർക്കും പേടില്ല. കാരണം അങ്ങനെ ഒരു കൊള്ളസംഘമൊന്നും അന്നില്ല. ഉണ്ടെങ്കിൽ വിവരമുണ്ടാവും. ഇതെന്താ സംഭവം എന്ന് വെച്ചു. അപ്പോ അടുക്കളയില് കല്ലുമ്മല് കലം വെച്ചിക്കണ്, ഒരു കൊള്ളിയോണ്ട് കലങ്ങനെ ഇളക്കണ് ഈ പെമ്പറന്നോള്. ഈ പാത്രത്തിന്റെ രണ്ട് ഭാഗത്ത് ഇരുന്നിട്ട് കുട്ടികൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ട് കണ്ണൊക്കെ കലങ്ങിക്കണം. ഇതെന്താന്ന് വെച്ചു. അപ്പൊ ഈ പെമ്പറന്നോള് പറഞ്ഞു, ഈ രണ്ട് പൈതമക്കൾ എത്തിയും കുട്ടികളാണ്, ബാപ്പ മരിച്ചതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് തിന്നാൻ തരാൻ ആരുമില്ല. ഇപ്പൊ കുട്ടികള് രാത്രി ഉറക്കം കിട്ടാതെ പട്ടിണിന്റെ പ്രശ്നം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് തിന്നാൻ കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. അത് കേട്ടപ്പോ തന്നെ ഖത്താബിന്, ഈ ആളാണ് ഈ ഗജവീറിന്റെ കണ്ണ് നിറയണം. കണ്ണ് നിറഞ്ഞു. എന്നിട്ട് എന്താ പെങ്ങള് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് വെച്ച്. അപ്പൊ കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് സ്വകാര്യം പറഞ്ഞു, ഭക്ഷണമില്ല, ഞാൻ ഓല ഉറങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പൊ ഉമ്മ ഇപ്പൊ ഭക്ഷണം തരും എന്നുള്ള ആശ്വാസത്തില് കരയുന്നതിനിടയിൽ തളർന്നിട്ട് മാങ്ങിയാണ്ട് ഉറങ്ങിക്കോളും. അപ്പാണ് നേരം വെളുത്ത് കിട്ടുമല്ലോ, നേരം വെളുത്താ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാന്ന് വിചാരിച്ചിട്ട് വെറുതെ കൊള്ളിയോണ്ടിട്ട് ഇളക്കുക, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഖത്താബ് പൊട്ടിയാണ്ട് കരഞ്ഞു. പിന്നെ അവിടെ നിന്നില്ല, നേരെ വീട്ടിൽ പോയി പൊടിയെടുത്തു. ആ പൊടി ഇങ്ങനെ തലയിൽ വെക്കുമ്പോ ശബ്ദം കേട്ടിട്ട് അടിമണിച്ചു അസ്ലം റളിയല്ലാഹു അൻഹു. എവിടുക്കാ പോണെന്ന് വെച്ചു. ഇന്റെ വരണിങ്ങ പോരെ, ഒരു വീട്ടിൽ പോവാനാണ്. അപ്പോ അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്തേ ആ ചാക്ക് എന്റെ തലയ്ക്ക് ചെന്നാളെ ഞാൻ എത്തിക്കൊള്ളാം. ആ തഹ്മിലു അന്നി വിസ്രി യൗമുൽ ഖിയാമ, ഞാൻ ഈ ബാണ്ടെടുത്ത് ലഗേജ് എടുത്തിട്ട് എന്റെ തലക്ക് വെച്ചെന്നാല് നാളെ ആഖിറത്തിൽ എന്റെ വിഹിതം, എന്റെ ഭാരം നീ ചുമക്കോ, മിണ്ടരുത്, ഇത് ഞാൻ ഏറ്റണ്ടാന്ന് പറഞ്ഞു. ആ ചാക്കും സാധനങ്ങളും എടുത്തിട്ട് ആ ഓലമേഞ്ഞ വീട്ടിൽ പോയി. യതീം കുട്ടികൾ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാണ്. ഈ പെമ്പർന്നോലോട് പറഞ്ഞ്, അടുക്കള ഞാൻ ഏറ്റെടുത്ത് നിങ്ങളാണ്ട് മാറിയെന്ന് പറഞ്ഞു. രാത്രി വെച്ചുകൊണ്ട് കിസ്റ കൈസറിനെ വിറപ്പിച്ച അമീറുൽ മുഅ്മിനീൻ അടുപ്പിലേക്ക് ഈ കലാണ്ട് ഒഴിവാക്കിയിട്ട് പത്തിരി ചുടാൻ വേണ്ടിയിട്ട് ആ പാറ്റി നിൽക്കുന്ന അടുപ്പിലേക്ക് മോന്ത താഴ്ത്തിയിട്ട് ഊതിയിട്ട് കത്തിക്കുമ്പോ നോക്കി നിൽക്കുന്ന അടിമ പറയാണ്, ഉമർ ഖത്താബിന്റെ താടി രോമങ്ങളിലേക്ക് തീ പാറിയിട്ട് രോമം കരിയണം മണം വന്നീന്ന് കത്തിക്കാൻ. ഞാൻ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഇത് ഊതുമ്പോ വെണ്ണീർ പാറും, ചിലതിൽ തീ ഉണ്ടാവും, ആ രോമത്തുമ്പോ തട്ടിയാൽ കരിയും, അതിന്റെ മണം വേം വരും. അടിമ പറയണ്ട, രോമം കരിയണം മണെടുത്തിട്ട് എനിക്ക് കരച്ചിൽ വന്നു എന്ന്. പക്ഷെ അതൊന്നും ഈ ആള് നോക്കണില്ല. അടുപ്പ് കത്തിച്ചു, പത്തിരി ചുട്ടു, രണ്ട് കുട്ടികൾക്കും പള്ള നിറച്ചും കൊടുത്തു. കുട്ടികളെ കൂടെ കുറച്ച് കളിച്ചു. സുബൈന്റെ തൊട്ടുമുമ്പായിട്ട് ആ വീട്ടിൽ നിന്ന് പോകുമ്പോ ഈ പെണ്ണൊരുത്തി കരഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളാരാന്ന് ചോദിച്ചു. നിങ്ങളാരാണ്? മറുപടി പറഞ്ഞില്ല. നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്.
എന്റെ നാടിന്റെ ഭരണം ഏറ്റെടുക്കേണ്ട നിങ്ങളാണ്, ഉമറല്ല. ഈ 2 യതീം കുട്ടികൾ രാത്രി ഉറങ്ങാതെ കരയാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കുറയായി. ഇതൊന്നും അറിയാതെ തന്റെ കൊട്ടാരത്തിൽ സുഭിക്ഷമായി കഴിച്ച് ശ്വാസം വിട്ട് ഏമ്പക്കം വിട്ട് ഗാഠനിദ്രയിലേക്ക് കാണ്ട് സുഖനിദ്ര അനുഭവിക്കുന്ന ഉമ്മറല്ല എന്റെ നാടിന്റെ ഭരണാധികാരി. പാതിരാവിന്റെ ഉള്ളറയിൽ പാവങ്ങളുടെ പ്രയാസം ഒപ്പാൻ വേണ്ടി നടന്ന് എന്റെ വീട്ടിലെ പ്രയാസം അറിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കി അനാഥ കുഞ്ഞുങ്ങളായ എന്റെ മക്കളുടെ പള്ള നിറച്ച നീതിമാനായ നിങ്ങളാണ് ഉമർ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കേണ്ടത്. അപ്പ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, സഹോദരി ക്ഷമിക്കണം, ആ ഉമർ ഞാനാണ്. വീട്ടിൽ പിന്നെ ഒന്നായിട്ട് കരച്ചിലായി മാറി. ഇതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരൽപ്പം കൂടി, കാരണം ഒന്ന് ജുമയ്യതും കൂടി ആയാല് എന്റെ ഒരു ആശ്വാസത്തിന് എന്റെ ഒരു നിയ്യത്തും കൂടിയാണ് ഉമറിനെ പറയാന്നുള്ളത് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പാതിരാവിന്റെ ഉള്ളറയിൽ ഒരു വീട്ടിലേക്ക് കയറിപ്പോവാണ്. ആ വീട്ടിലൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ പെണ്ണിന്റെ വിശേഷം എന്താണെന്ന് അറിയില്ല. ഈ പോകുന്നത് ത്വൽഹത്ത് എന്ന മഹാനായ സ്വഹാബി കണ്ടു. അവരുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു അങ്കലാപ്പായി. ഉമർ ഒരു പെണ്ണൊരുത്തി മാത്രമുള്ള വീട്ടിക്ക് രാത്രി കയറി, എന്താ സംഗതി എന്നറിയില്ല. പക്ഷെ നേരാണ് കയറാൻ പേടിയായി. അവരൊരു ചെറിയ അടയാളം വെച്ച വീടിനെ പിറ്റേന്ന് സുബീസ്കരിച്ചുടനെ ആ വീട്ടിൽ പോയി. ഇതെന്താ ഇത്? ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ ഭരണാധികാരി രാത്രിയിൽ ഒരു പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് സ്വകാര്യമായിട്ട് പോവേ. മനുഷ്യന് സംശയങ്ങൾ വരുമല്ലോ. ഉമറാണ്. പിറ്റേന്ന് പോയി നോക്കുമ്പോ പരന്റെ അവിടെ എത്തിയപ്പോ വാതിലൊക്കെ അടഞ്ഞെടുക്കാണ്. മുട്ടി നോക്കിയ ഒന്നുമില്ല. കുറെ മുട്ടിയപ്പോ ഉള്ളുന്ന് ആരാ ഒരു ഞരക്കത്തിന്റെ ശബ്ദമാണ്. അപ്പൊ ഇയാൾക്ക് മനസ്സിലായി ഇത് പുറത്ത് ഉള്ളുന്ന് നടന്നു വന്നിട്ട് വായിൽ തുറന്നവരാൻ മേനുള്ള ആളല്ലാന്ന്. അപ്പൊ അയാളെന്നെ തള്ളിയപ്പോ വായിൽ തുറന്നു. ഉള്ളിൽ കയറിയൊക്കെപ്പോ കണ്ണ് തള്ളിപ്പോയി. കാരണം ഏകദേശം 100 വയസ്സായ ഒരു തള്ളയാണ്. അത് കിടക്കണ പായോ അതും ഒരുപോലെ തന്നെയാണ്. അതിന്ന് നീച്ചിട്ട് വായിലോർക്കാനൊന്നും അതിന് കഴിയില്ല. ചുക്കിച്ചുളിഞ്ഞ ശരീരം, ഒട്ടിപ്പിടിച്ച മുഖം, നരമ്പ് പൊന്തിയിട്ടുണ്ട്, വാരിയല് തള്ളിയിട്ടുണ്ട്, ശ്വാസം കഴിച്ച് കിടക്കണ ആളാണ്. അപ്പൊ അവിടെ നിന്നു. തള്ളാന്ന് പറഞ്ഞ പോലെ തള്ളന്റെ തള്ള. എന്താ അമ്മമ്മ നിങ്ങളെ വർത്താനം? മനെ എനിക്ക് ആരുമില്ല, കുട്ടികളുമില്ല, കുടുംബക്കാരുമില്ല, പിന്നെ എങ്ങനെ ഇപ്പൊ നിങ്ങളെ ജീവിതം എന്ന് വെച്ച്. ഈ തള്ള പറയാൻ കിട്ടണില്ലെങ്കിലും ഉള്ള ആരോഗ്യം വീണ്ടെടുത്തിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ കുട്ടി എല്ലാരും ഉറങ്ങിയാല് രാത്രി എൻ്റെ അടുത്ത് വരും. ഞാൻ മൂത്രത്തിൽ കിടക്കാനേക്കാരൻ കാഷ്ടം ഉണ്ടാവും, എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കും, ആ കുട്ടിന്റെ കൈകൊണ്ട് എന്റെ മൂത്രമൊക്കെ കഴുകിത്തരും. അത് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പൊതി കൊടുത്തിട്ടുണ്ടാവും, എനിക്ക് തിന്നാളാണ്. എന്നെ മടിയിലിരുത്തിയിട്ട് ആ കുട്ടിന്റെ മാറത്തേക്ക് ചെരിച്ചിരുത്തിയിട്ട് തൊള്ളയില് പത്തിരി തരും. എന്നിട്ട് ഈ കഴുത്തിന്റെ അവിടെ ഒഴിഞ്ഞിട്ട് ഇറക്കിക്കോളിമ്മ എന്ന് പറയും. എന്നിട്ട് കയ്യിലുള്ള തുണി കുപ്പായ എനിക്ക് കൊടുത്തരും. എന്റെ മൂത്രത്തും കാഷ്ടമുള്ളത് അയാള് കൊണ്ടുപോകും. പിറ്റേന്ന് ഇങ്ങനെ വരും. ഈ ഒരു നല്ല മനുഷ്യൻ മദീനയിലുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഇന്ന് രാത്രിയും വരും. കണ്ണ് നിറഞ്ഞിട്ട് തൊല്ലത്ത് വെച്ചു, ഉമ്മ ആ വരുന്ന ആള് ആരാ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചു. ഇല്ല, ഞാൻ പേര് വെച്ചിട്ട് പറഞ്ഞിട്ടില്ല. നിന്ന നിപ്പിൽ കരഞ്ഞിട്ട് തൊല്ലത്ത് പറഞ്ഞു, അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാം രാജാവ് ആരാന്ന് എന്നോടൊരു വിദ്യാർത്ഥി ചോദിച്ചാൽ, ഒരു ഭരണാധികാരി ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, പാതിരാവിന്റെ ഉള്ളറയിൽ തള്ളന്റെ കാഷ്ടം പേറിയ ആള് ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതൊക്കെ പറയലാണ് നമ്മളെ കാണുന്നത്. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് എന്നവർ അവർക്കെതിരെ കോടതിയിൽ ഒരു പരാതി കൊടുത്തു. അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അന്നേ, അതിനൊക്കെ അന്ന് സ്വാതന്ത്ര്യമുണ്ട്. കോടതിയിൽ അവർക്കെതിരെ പരാതി കൊടുത്തു. അന്ന് അവിടുത്തെ ജഡ്ജി സെയ്ദ് ഇബ്നു സാബിത്താണ്. അപ്പൊ പ്രതി രാജാവ്, പ്രതിയാണ് രാജാവ്, പരാതിക്കാരൻ ഉബയ്യ് ഇബ്നു കഅബ്, ജഡ്ജി സെയ്ദ് ഇബ്നു സാബിത്ത്. ഇങ്ങനെ ലോകത്തിൽ പിന്നെ സംഭവിച്ചിട്ടില്ല.
നമ്മൾ ഖത്താബ് കോടതിക്കുള്ളിലേക്ക് കയറി വരുമ്പോ ഉബയ്യബിന് കാബ ആയിക്കോടിയും വരുന്നുണ്ട് പരാതിക്കാരൻ. സെയ്ദുബിന് സാബിത്ത് കാസാരിന്ന് എണീച്ചു അമീറുൽ മുഅ്മിനീനെ ബഹുമാനിച്ചിട്ട് ഉമറിനെ കണ്ണാണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്നോ? ഞാൻ ഇവിടെ അമീറുൽ മുഅ്മിനീനല്ല, ഇവിടെ പ്രതിയാണ്. ഞാൻ ഈ കോടതിക്കകത്ത് പ്രതിയാണ്, അമീറുൽ മുഅ്മിനീനല്ല. ഇത് പരാതിക്കാരനാണ്, എന്റെ സുഹൃത്ത് ഉബൈ. ഞങ്ങൾ രണ്ടാളടിയിൽ വിവേചനം കാണിച്ചിട്ട് ഈ കോടതിക്കുള്ളിൽ എന്നെ കണ്ടപ്പോ എണീച്ചത് നീതിയായിട്ടില്ല, ഇരിക്കവിടെ. ഇതാണ് ദീൻ. ഇനി ഗാന്ധിജി പറഞ്ഞതൊന്ന് മാനേജ് നോക്കാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ രാഷ്ട്രപിതാവ് പറയുകയാണ്, ഇനി എന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സ്വാസ്ഥതയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ കൊതിക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറിന്റെ ഭരണമാണ്. അല്ലാഹു തആല ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഇസ്സത്ത് കൊണ്ട് നമ്മളെ ഇസ്സത്താക്കട്ടെ. വല്ലാതെ പഠിക്കാനുള്ള ചരിത്രമാണ് അവരുടെ ചരിത്രം, വല്ലാതെ പഠിക്കാനുള്ള ചരിത്രം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിസ്ർ പോയപ്പോ അവിടെ നൈൽ നദിയുമായി ബന്ധപ്പെട്ട് വലിയൊരു ദുരാചാരം നടക്കാൻ. കൊല്ലത്തിൽ നൈൽ നദി വലിയൊരു ജലപ്രളയം ഉണ്ടാക്കും, വെള്ളപ്പൊക്കം. അത് നാടിനൊക്കെ നാശാവണം. ഇതുമാണ് അവര് നാടിനൊക്കെ വലിയ ഇത് സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാട്ടോ. നാടിനൊക്കെ ഭയങ്കര നാശാണ്. അതിന് രക്ഷപ്പെടാൻ ആ നാട്ടുകാർ ചെയ്തിരുന്ന ആചാരം, ഒരു ചൊറുക്കുള്ള പെണ്ണിനെ ആഭരണമൊക്കെ അണിയിച്ച് ഈ നൈൽ നദി കയറിയ എന്നായി പ്രശ്നം തീരും. അതൊരാചാരായിരുന്നു. അംർ ഇബ്നുൽ ആസ് അവിടെ ഭരണാധികാരിയായപ്പോ ഈ വിഷയങ്ങളൊക്കെ എത്തിയിട്ട് ഒരു കത്തെഴുതി. വെള്ളപ്പൊക്കത്തിന്റെ സീസൺ അമീർ, ഇനി ഇവിടെ നടക്കാൻ പോണത് ഞാൻ ഒറ്റക്ക് തീരുമാനിച്ചാൽ ഒഴിവാകണമല്ല. കാരണം ഇവർ ഈ പ്രളയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ആഭരണ വിഭൂഷിതയായ ഒരു പെൺകുട്ടിയെ നദിക്ക് എറിയാൻ പോവാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടിയെന്ന് വെച്ചു. അംർ ഇബ്നുൽ ആസ് പറഞ്ഞയച്ച പോലീസുകാരൻ അമീറുൽ മുഅ്മിനീന് കത്ത് കൊടുത്തു. കത്ത് വായിച്ചു. കത്ത് വായിച്ചിട്ട് രസം എന്താ വെച്ചാൽ അമീറുൽ മുഅ്മിനീൻ കഅബ് എന്നവർ വിളിച്ചു. കഅബ് അമീറുൽ മുഅ്മിനീൻ ഖത്താബിന്റെ എഴുത്തുകാരനാണ്, കത്ത് എഴുതുന്ന ആളാണ്. എഴുതാൻ കാരണം എന്താ വെച്ചാൽ അള്ളാഹിന്റെ റസൂലിന് കത്ത് എഴുതി കൊടുത്തിരുന്ന ആരായിരുന്നു? കഅബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ് എഴുതിയിട്ടുള്ള കത്ത് വായിച്ചു പറഞ്ഞു, കഅബ് നിന്റെ കത്ത് നല്ല കത്താണെന്ന് പറഞ്ഞു. അതോടുകൂടി ഉമർ ഖത്താബിന്റെ തലേക്ക് കഅബ് കയറി കൂടിയതാണ്. പിന്നെ ഉമർ ഖത്താബ് ഈ മനുഷ്യനെ കത്ത് എഴുതാൻ വേണ്ടി തന്റെ കത്തെഴുതുന്ന ആളായിട്ട് തീരുമാനിച്ചത്. അപ്പൊ കഅബിനെ കൊണ്ട് കത്ത് എഴുതിച്ചു. എന്താണെന്നറിയോ? ഫ്രം ഉമർ ടു നൈൽ നദി. കഅബ് ഇങ്ങനെ വരച്ചു. കാരണം പുഴക്ക് കത്ത് എഴുതുക ലോജിക്കില്ലല്ലോ. അവിടെ ഏതെങ്കിലും ആൾക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഈ ദുരാചാരം നടത്തുന്ന മനുഷ്യന്മാർക്കാണെങ്കിൽ ഓക്കെ. പുഴക്ക് കത്തെഴുതുക, എന്റെ പ്രിയപ്പെട്ട പുഴ കണ്ട് വായിച്ചറിയുക. ഇത് സ്വഹീഹ് ബുഖാരിയാണ്. ഇത് തള്ളിയ പിന്നെ ദീനില്ല. സ്വഹീഹ് ബുഖാരിയാണ്. എനിക്ക് തലയിൽ കയറുന്ന മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ബുഖാരി എന്ന് ഒരുപാട് ഒഴിവാക്കേണ്ടി വരും. ബുഖാരി എന്നല്ല ഖുർആൻ ഒഴിവാക്കേണ്ടി വരും. കാരണം ഖുർആനിൽ മിഅ്റാജ് ഇസ്രാ ഉണ്ട്, അത് തലേക്ക് കയറുന്നതല്ല. ഇതും കൂടിയാണ് ദീന്. പക്ഷെ ഈ ദുരാചാരം കണ്ടങ്ങള്, ദുരാചാരത്തിനെതിരെ കണ്ട കോടാലിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ പുഴയ്ക്ക് വേണ്ടി കത്ത് എഴുതുകയാണ്. നൈൽ നദിയോടെ വർത്താനം. വോയിസ് അല്ല, എഴുത്ത്, ലിപികൾ. വോയിസ് അല്ല, ലിപികള്. നൈൽ നദി, നീ അള്ളാന്റെ സൃഷ്ടിയാണെങ്കിൽ, അള്ളാഹുവിന്റെ ഇംഗിത പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ മര്യാദക്ക് ഒഴുകണം. ഇത് ഉമറാണ് പറയുന്നത്. അല്ല, നിന്റെ തീരുമാനത്തിലാണ് നീ ഒഴുകുന്നതെങ്കിൽ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, കാരണം നീയാണ് നിന്റെ തീരുമാനമാണ്. നീ അള്ളാന്റെ സൃഷ്ടിയാണെങ്കിൽ ജനങ്ങളെ ഉപദ്രവിക്കരുത്, നീ ഒഴുകണം എന്ന് വെച്ചിട്ട് ഫ്രം ഉമർ ടു നൈൽ നദി. പോലീസുകാരെ വെച്ച് എന്താ കാട്ടെന്ന് വെച്ച്, ഇത് പുഴയെ കൊണ്ടുപോയിട്ടാ മതി, നദിയെ കൊണ്ടുപോയിട്ടാ മതി, പ്രശ്നം തീരുന്ന. മിസ്രിലെ ആളുകളും രാജാവ് കൊടുത്തയച്ച കത്ത് നേരെ നദിയെ കൊണ്ടുപോയിട്ട് അന്ന് അടങ്ങിയ പ്രശ്നം ഇന്ന് വരെ പിന്നെ ഉണ്ടായിട്ടില്ല. ഇതുകൂടിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അവരുടെ ഭരണകാലത്ത് മദീന ഒന്ന് വിറച്ചു, ഭൂമി കുലുക്കം. ഉമർ ഖത്താബ് വടിയെടുത്തിട്ട് പുറത്തു വന്നു. വിറക്കണ ഭൂമി ഒരൊറ്റ അടി കൊടുത്തു. ഉസ്കുനി, അടങ്ങി. ഇവിടെ ഈ കുലുങ്ങാൻ മാത്രം പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഞാനാണ് ഭരണാധികാരി, ഇവിടെ നീതിയേ ഉള്ളൂ. ഈ കുലുങ്ങാൻ മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഇല്ല, അടങ്ങിക്കൊന്നുണ്ട്. ഭൂമി മദീനയിൽ അന്ന് അടങ്ങിയതാണ്, പിന്നെ അങ്ങനെ കുലുങ്ങിയിട്ടില്ല. അന്ന് ഭൂമി കുലുങ്ങുമ്പോഴേ
രാജാക്കന്മാരൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വടിയെടുത്ത് അടിച്ചു നോക്കാണ്, വടിയും ഓനും ഭൂമിയും ഒപ്പാണ്ട് കൊലുങ്ങുക തന്നെ, ഒന്നും നടക്കൂല. അത് ആരാണെങ്കിലും. അപ്പൊ ഞാൻ ഉമ്മൽ ഖത്താബിന്റെ ചില ഓർമ്മകളിലൂടെ പോയതാ. സമയം ഒരുപാടായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ഷീണം വന്നിട്ടില്ല. ഈ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ശ്രദ്ധ തറച്ചുകൊണ്ട് അള്ളാഹു താല അതുകൊണ്ട് ഈ സാഹസ് നമ്മുടെ എല്ലാ സാഹസുകളും അള്ളാഹു കബൂലാക്കട്ടെ. ഇതിന്റെ ബാക്കി ജുമാന്റെ ശേഷം പറയും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഓർമ്മകൾ മുഴുവനും അതൊരു നീതിയാണ്. അതിപ്പോ ഉമ്മൽ ഖത്താബിന്റെ ചരിത്രം കേട്ട് ആവേശം കൊണ്ട് പറഞ്ഞൊന്നല്ലല്ലോ, അല്ല അതൊരു നല്ല നീതിയാണല്ലോ. ഉദുഹിയത്തിന്റെ പൈസ കൊടുത്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ട്, അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. എന്റേത് ഞാൻ പറഞ്ഞത് നിങ്ങള് ഇവിടെ കമ്മിറ്റിന് കീഴിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനത്തിൽ എടുത്തോളി എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവര് ക്യാൻസർ രോഗികൾക്കാണ് പോണത്. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവർ വാക്കി അയക്കെടുത്തോളി എന്ന് പറയാം. ഇനി വാക്കി എന്തെങ്കിലും കൂട്ടിക്കൊടുക്കാൻ ബോധ്യമുള്ളവർക്ക് അങ്ങനെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം. അല്ല, അതൊന്നും പറ്റില്ല. എന്റെ ഉദയത്തിന്റെ വാക്കി എനിക്ക് കിട്ടുന്നെ വേണമെന്ന് ചാട്ടിയുള്ള ആളുകൾ അവരുമായി സമീപിച്ചാൽ അവർ തരും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആരോഗ്യാണ് ഫൈസലോ? നിങ്ങളെ വക നമ്മളെ പൈസ ഉണ്ടാകും. ഉമ്മാന്റെ അപ്പാന്റെ അമ്മ മെപ്പില്ല. നാളിപ്പാന്റെ ആണ്ടിന് എന്തോ കൊടുത്തിരുന്നില്ല, അമ്മാന്റെ ആടാ. അള്ളാഹു താല ഫൈസൽ ഉമ്മാക്ക് ഖബർ സ്വർഗായി കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ റഹ്മർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പടച്ചോനെ, ഞങ്ങൾ ഇരുന്നതും പറഞ്ഞതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്, വീഴ്ചകൾ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ ഉരുക്ക് മനുഷ്യന്റെ മനസ്സിലുള്ള പ്രകാശം ഉമറുൽ ഖത്താബിന് ഞങ്ങൾ ഹൃദയത്തിലേക്ക് നീ പകരണേ അല്ലാഹ്. നീതിയും ന്യായവുമായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹബത്തും മാരിഫത്തും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ഉമറിന്റെ ഹൃദയത്തിൽ നിറച്ച് നീ ഒരംശമെങ്കിലും നിറക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം നീ നിന്റെ ദീനിന് വേണ്ടി സൗകര്യപ്പെടുത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഇടപാടിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്ത്, സമയങ്ങൾ, സന്താനങ്ങൾ, കുടുംബം, ആരോഗ്യം, ആയുസ്സിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. തൊഴിലിലും കച്ചവടത്തിലും വരുമാനത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. പഠനത്തിലും അധ്യാപനത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. പണിയിലും യാത്രയിലും വിദേശത്തും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കയ്യൊഴിക്കല്ല അല്ലാഹ്, നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരു പാവപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. ചെറിയൊരു ബുദ്ധിമുട്ട് എന്തോ ഉണ്ട് എന്ന് അറിയിച്ചു. റബ്ബേ, നീ സലാമത്താക്കണേ അല്ലാഹ്. എപ്പോഴാണ് നിന്റെ സമയമെങ്കിൽ സുഖപ്രസവം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ പ്രയാസങ്ങളിൽ നിന്ന്, രൂക്ഷമായ പ്രശ്നങ്ങളിൽ നിന്ന്, തളരുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിൽ നിന്ന്, പരാജയത്തിന്റെ പാറക്കെട്ടുകളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന്, ശത്രു വിഭാഗത്തിന്റെ പാളയത്തിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്ന, വസ്ത്രം നൽകിയിരുന്ന, പഠിപ്പിച്ചിരുന്ന, പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്ന, വീട്ടിലുണ്ടായിരുന്ന പലരും ഖബറിലാണ് റബ്ബേ. ഫൈസലിന്റെ ഉമ്മയും ഉപ്പയടക്കം ഇവിടെ ഇരിക്കുന്നവർ പലരും മരിച്ചുപോയ മാതാപിതാക്കളുടെ മക്കളാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തേക്ക് ഖബറുകൾ പ്രവിശാലമാക്കണേ അല്ലാഹ്, പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകണേ അല്ലാഹ്. ദീനീ ദഅവത്തിൽ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്.
പറമ്പും മറ്റും വിറ്റുപോകാത്തവർക്ക് നീ നല്ല ഹൈറായ മാർഗങ്ങളിലൂടെ അത് വിറ്റുപോയി മനസ്സിന് സമാധാനം നൽകണേ അല്ലാ. ദീന് പറയാനുള്ള വാതിലുകൾ തുറന്നു നിന്ന് കൂടെ നിൽക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. സകല നാടുകളിലും എന്റെയും ഹബീബിന്റെയും പേരിൽ ആത്മാർത്ഥതയുള്ള കൂട്ടാളികൾ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്ത ഒരാളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ വിറകാക്കി കരിക്കല്ല അല്ലാ. നേരെ ഹിസാബിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. അപകടം വരുത്തല്ല അല്ലാ. അപകട മരണം വിധിക്കല്ല അല്ലാ. രോഗങ്ങളെ കൊണ്ട് തളർത്തല്ല അല്ലാ. ശത്രുക്കളെ കൊണ്ട് പരാജയപ്പെടുത്തല്ല അല്ലാ. സ്വസ്ഥതയില്ലാത്ത തളർന്ന കൽബ് നൽകല്ല അല്ലാ. വീര്യമുള്ള കൽബ് നൽകണേ അല്ലാ. സമാധാനമുള്ള കൽബ് നൽകണേ അല്ലാ. സ്വാസ്ഥ്യമുള്ള ജീവിതം നൽകണേ അല്ലാ. ബറക്കത്തുള്ള പണം നൽകണേ അല്ലാ. റഹ്മത്തുള്ള ജീവിതം നൽകണേ അല്ലാ. ഖുവത്തുള്ള ശരീരം നൽകണേ അല്ലാ. ഈമാനുള്ള കൽബ് നൽകണേ അല്ലാ. മാരിഫത്തുള്ള സദർ നൽകണേ അല്ലാ. ഹിക്മത്തുള്ള മുഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അല്ലാഹുവേ, ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ആളുകൾ, കാളിമാരായ ആളുകൾ, ഒരുപാട് ഉസ്താമാർ, പ്രത്യേകിച്ച് മരക്കാർ ഉസ്താദ് അടക്കം എല്ലാവർക്കും നീ ഖബർ സന്തോഷമായി കൊടുക്കണേ അല്ലാ. ഈ നാടിന് നാമധേയം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീൻ ഞങ്ങൾ അവരുടെ വഫാത്തിന്റെ മാസമാണ്, നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരുടെ മതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്നോണ്ട് പിരിവിന് പോകുന്ന പറഞ്ഞാൽ ഇന്നോവുള്ള ഏതെങ്കിലും ഉസ്താന്മാരെ കുറിച്ച് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. എന്റെ മനസ്സിൽ അല്ല സാക്ഷി ഒരാളുമില്ല. ഇന്നോവ ഇപ്പൊ എനിക്കും പൊളിഞ്ഞാണെങ്കിൽ എന്റെ അടുത്ത് ഇന്നോവ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കുക. എന്നാൽ അങ്ങനെ ഒന്നുണ്ടായി. ഞാൻ പറയാൻ കൂട്ടത്തില് പച്ച ഒല്ലിട്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ കേട്ട ഒരാള് പച്ച ഒല്ലി ആരൊക്കെ ഇട്ടിക്കണെന്നാ നോക്കണേ. അപ്പൊ എന്റെ മനസ്സിൽ ഒരാളും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അസ്സലാമു അലൈക്കും.